രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരുന്ന എനർജി അതൊന്ന് വേറെ തന്നെയല്ലേ. അതുകൊണ്ട് ഇന്നത്തെ റെസിപ്പി ഇടിയപ്പവും കടലക്കറി ആയാലോ. ഞങ്ങളിവിടെ നൂൽപുട്ട് നാട്ടോ പറയാറ്. അപ്പോൾ തലേന്ന് കുതിർത്ത കടല നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതിലോട്ട് സവോള, പച്ചമുളക്, തക്കാളി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 5-6 വിസിലിന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് വേറൊരു പാനിൽ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ വറുത്ത തേങ്ങ, പച്ചത്തേങ്ങ ആണെങ്കിൽ അത് ഇതിലോട്ടിട്ട് ഈ സമയത്ത് വറക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നല്ല വെണ്ണ പോലെ അരയ്ക്കാം. ഇതിനിടയിൽ കൂടെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ. അരിപ്പൊടിയിലോട്ട് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്ത് ഇതുപോലെ സേവനാഴിലിട്ട് തിരിച്ചെടുത്ത് ആവിയിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ ഇടിയപ്പവും റെഡി. ആവിയിൽ വെക്കേണ്ട സമയമൊക്കെ ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ച് മാറും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി തിളച്ച് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചാൽ നമ്മുടെ കടലക്കറിയും റെഡി. പിന്നെന്താ, രണ്ടും കൂടെ മനസ്സ് നിറയെ കഴിക്കാം. ബൈ.